ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക് ആദ്യം ഒന്ന് തീർക്കാം. അതിനുശേഷം ഡെസിമലിലേക്ക് പോകാം. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് P/Q ഫോർമാറ്റിൽ വരുന്ന ഒരു കാര്യത്തെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു നമ്പറിനും P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതിന് ഫ്രാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ 8/10 ഉള്ളത്. ഇതിൽ 8 എന്ന് പറയുന്ന ന്യൂമറേറ്ററും 10 എന്ന് പറയുന്ന ഡിനോമിനേറ്ററുമാണ്. അപ്പോൾ എന്താണ് ന്യൂമറേറ്റർ, എന്താണ് ഡിനോമിനേറ്റർ എന്ന് മാറിപ്പോയത്. അടിയിലുള്ള ഡിനോമിനേറ്റർ, മുകളിലുള്ള ന്യൂമറേറ്റർ. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ നോക്കാം. ഇതിൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ സിമ്പിൾ ഫ്രാക്ഷൻ, രണ്ടാമത്തേത് ഡെസിമൽ ഫ്രാക്ഷൻ, മൂന്നാമത്തേത് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ. ഇതിൽ ഫസ്റ്റത്തെ നോക്കാം, സിമ്പിൾ ഫ്രാക്ഷൻ. ഈ സിമ്പിൾ ഫ്രാക്ഷൻ 3 ടൈപ്പ് ഉണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ. ഈ 3 ടൈപ്പാണുള്ളത്. ഇനി പ്രോപ്പർ ഫ്രാക്ഷൻ എന്താ നോക്കാം. ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം അതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും. അതായത് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഡിനോമിനേറ്റർ 4 അപ്പോൾ 4-നേക്കാൾ ചെറുതാണ് 1. അതുപോലെ തന്നെയാണ് ഇതൊരു എക്സാമ്പിൾ പോലെ കൊടുത്തതാണ്. അപ്പോൾ 8/10 ഇതൊക്കെ പ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇനി എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? അതായത് 1-നേക്കാൾ കൂടുതലായിരിക്കും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ ഇതാ 5/4, 8/4, 7/6, 11/6, 11/1 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അതായത് ഇതിൻ്റെ വാല്യൂ ഒരിക്കലും 1-നേക്കാൾ ചെറുതാവില്ല. ഇനി എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ കൂടി നോക്കാം. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതെല്ലായ്പ്പോഴും ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. കാരണം അതിലൊരു ഡിജിറ്റും ഒരു ഫ്രാക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 1 + 1/4 എന്നുള്ള ഒരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്. അതുപോലെ തന്നെ 2 + 1/2 എന്ന് പറഞ്ഞ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഈ 1 + 1/4 നമുക്ക് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ എങ്ങനെയാ വെച്ചാൽ 1 + 1/4 എന്നിങ്ങനെ എങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസമുള്ള ഡിനോമിനേറ്റർ ആകുമ്പോൾ ഇത് ക്രോസ് ചെയ്യാമെന്നാണ് പറയാം. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ വാല്യൂ ഇതിനായിട്ട് ക്രോസ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ 4 × 1 4, 1 × 1 ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇവിടെ എഴുതിയിട്ട് 1 ഡിവൈഡ് ബൈ 1 × 4 4. അത് കാരണം 5/4 ആയി. ഈ വാല്യൂ ഇവിടെ കണ്ടിന്യൂ ഇതാ 5/4. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അതായത് ഇവിടെ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് അഡിഷൻ. അഡിഷനിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളത്. ഇങ്ങനെ സെയിം ആയിട്ട് വരുന്ന നേരം അഡീഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ മാത്രം ആഡ് ചെയ്താൽ മതി. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയത് ഡിനോമിനേറ്റർ രണ്ടെണ്ണത്തിന് ഒരുപോലെ എഴുതി, ന്യൂമറേറ്റർ മുകളിൽ 3 + 1 എഴുതി 4/4 1. ഇനി ഡിഫറെൻ്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഇവിടെ 2 × ഇവിടെ ഒരു 1 ഉണ്ട്, ആ 1ലേക്ക് ക്രോസ് ചെയ്യാം. എന്നിട്ട് ആ വാല്യൂ ഇവിടെ എഴുതുക. അപ്പോൾ 2 × 3 6, അതുപോലെ തന്നെ 4 × 3 12. ഈ 2 വാല്യൂ എഴുതി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് 4 × 2 എന്ന് എഴുതുക. അപ്പോൾ 8. അപ്പോൾ 6/12 18/8 9/4. ഇനി അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണിത്. കളറിൽ എഴുതിയാണ്. ഇവിടെ 2 × 3 6, 4 × 1 4 ഡിവൈഡ് ബൈ 4 × 8 8. അപ്പോൾ 6 + 4 10 ഡിവൈഡ് ബൈ 8 = 5/4 വരും. അത് കഴിഞ്ഞു. ഇനി സബ്സ്ട്രാക്ഷൻ നമുക്ക് നോക്കാം. ഇത് അഡിഷൻ പോലെ തന്നെയാണ് സബ്സ്ട്രാക്ഷനും. ഇവിടെ വാല്യൂ മാറുന്നു എന്നുള്ളൂ. അതായത് ഇവിടെ ക്രോസ് ചെയ്യും. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് സാധാരണ പോലെ തന്നെ ഡിനോമിനേറ്റർ ഈക്വലാക്കി എഴുതി ചെയ്യാൻ പറ്റും. 1/2 എന്ന് കിട്ടും. ഇവിടെ ഡിനോമിനേറ്ററും വ്യത്യാസമുള്ളതുകൊണ്ട്
നമ്മളിവിടെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ 2 × 3 എന്ന് വന്ന് അത് ഒന്നാക്കിയത്. ഇനി ഇവിടെ മൈനസ് ആണ് വാല്യൂ, അവിടെ മൈനസ് ഇട്ട് 4 × 3 ചെയ്ത്. ഇനി ഡിവൈഡ് ബൈ ഇവിടെ 4 × 2 അപ്പോൾ കിട്ടുന്ന വാല്യൂ 2 × 3 6, 4 × 3 12. അപ്പോൾ ഇവിടെ 6 × 12 -6 ഡിവൈഡ് ബൈ 8 -6/8 -3/4 കിട്ടി. ഇനി നമുക്ക് 3 എണ്ണമൊക്കെ വരികയാണെങ്കിൽ വേണമെങ്കിൽ LCM വെച്ച് ചെയ്യാം. LCM വെച്ച് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്താണ് 3/4 -1/8 -1/10. അപ്പോൾ ഇവിടെ എല്ലാ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡിലും ചെയ്യാൻ പറ്റും. ആദ്യം ഇത് രണ്ടും ചെയ്തതിന് ശേഷം പിന്നെ ഇത് രണ്ടും ബാക്കിയുള്ള വരുന്നത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇവിടെ LCM എടുത്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ഒക്കെ ഇവിടെ എഴുതിയതിനു ശേഷം അതിൻ്റെ LCM എടുക്കുക. അപ്പോൾ ഫസ്റ്റ് 2 കൊണ്ട് ചെയ്തപ്പോൾ 4 × 2 ആയി, 8 × 4 ആയി, 10 × 5 ആയി. അടുത്ത 2 കൊണ്ട് ഒന്നുകൂടി ചെയ്തപ്പോൾ 1 2 5. അപ്പോൾ ഇത് 10, ഇത് 4, 40 ആണ് നമുക്ക് വരുന്ന LCM. ഇനി അടുത്ത് ഈ ഡിനോമിനേറ്ററിനെല്ലാം 40 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4 ആദ്യം ഉള്ളതുകൊണ്ട് 10 കൊണ്ട് ഇൻറ്റു ചെയ്ത്, അതുപോലെ മുകളിലും 10 കൊണ്ട് ഇൻറ്റു ചെയ്ത്. അതുപോലെ തന്നെ ഇവിടെ 8 ൻ്റെ 5 കൊണ്ട് 40 ആയി. അപ്പോൾ 1 × 5 മുകളിലും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും 1 × 4 അടിയിൽ 10 ആണ്, അപ്പോൾ 14 ആക്കാൻ വേണ്ടി 4 കൊണ്ട് ഇൻറ്റു ചെയ്ത്, ഇവിടെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. അത് നമുക്ക് ഫുള്ളായിട്ട് അടിയിൽ 40 ആയി മാറി. അപ്പോൾ ഇനി മുകളിലുള്ള വാല്യൂ മാത്രം നോക്കിയാൽ ഇവിടെ 3 × 10 30 -5. ഇവിടെ പ്ലസ് ചെയ്ത് എന്താ വെച്ചാൽ ഇത് രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് പുറത്തേക്ക് ഇട്ട് പ്ലസ് ആക്കിയെന്നേ ഉള്ളൂ. ഇത് വേണം മൈനസ് എന്നിട്ട് മൈനസ് ഇട്ട് ചെയ്യാം. അപ്പോൾ 30 -5 -4 എന്നാക്കാം. അപ്പോൾ 21/40 എന്ന് വരും. ഇനി മൾട്ടിപ്ലിക്കേഷൻ, ഫ്രാക്ഷനിൽ മൾട്ടിപ്ലിക്കേഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സാധാരണ പോലെ തന്നെ ചെയ്താൽ മതി. 3 × 1, അതായത് ഡിനോമിനേറ്റർ ആയിട്ട് ക്രോസ് ചെയ്യുക, ഗുണിക്കുക, ക്രോസ് ചെയ്യേണ്ട ഗുണിച്ചാൽ മതി. 4 ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് ഗുണിച്ചാൽ മതി. അതായത് ഇപ്പോൾ 3 × 1 3, 4 × 4 16 16. അതുപോലെ തന്നെ അടുത്തൊന്നാണ് 3 × 1 3, 4 × 2 8. ഇനി വേറൊന്നാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ ക്രോസ് ചെയ്യുന്നത്. ഇതൊരു ചില ടൈപ്പിൽ വരുന്നതാണ്. അതായത് ഈ പ്ലസ് വാല്യൂ വരുന്ന ഈ ഒരു ഫ്രാക്ഷൻ്റെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണെങ്കിൽ അതിനെ ഈ സെയിം വാല്യൂ ആയിരിക്കും വരിക. അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ 15 ആണെങ്കിൽ 15ൻ്റെ അടുത്ത സംഖ്യനോട് ഇൻറ്റു ചെയ്തിട്ട് ഈ ബാക്കിയുള്ള വാല്യൂ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ 15 × 16 240 പ്ലസ് 6/25 ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറേ സ്റ്റെപ്പ് ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതാദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയതിനു ശേഷം ക്രോസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ചില സമയത്ത് നമുക്ക് ഇത് ഉപകാരപ്പെടും, അന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ചെയ്യേണ്ടത്, ഒരിക്കലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യരുത്. ഇനി നമ്മളൊരു സംഖ്യേനെ 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷനായി മാറും. അതായത് 2 / 1/4 എന്ന് പറഞ്ഞാൽ ഈ ഡിവൈഡ് ബൈ വരും. അപ്പോൾ അതായത് 2/1 / 1/4 ആവും. അപ്പോൾ ഇത് തിരിച്ച് വരും. അപ്പോൾ 2/1 × 4/1 ആവും. അപ്പോൾ 2 × 4 ആയി. ഇതേ മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ 1/2 / 1/4 / 1/8 / 1/16 ഇതൊരു മോഡൽ പോലെ ചെയ്താണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ അതുപോലെ തന്നെ ചെയ്യുക, കാരണം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ 1/2 അതുപോലെ ചെയ്യും. ഇത് ഡിവൈഡ് ബൈ 1/4 എന്ന് പറയുമ്പോൾ × 4 ആക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂൾ ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്ലിക്കേഷൻ എവിടെ നിന്ന് എങ്ങോട്ട് ചെയ്താലും ഒരേപോലെയാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ × 8 ആയി, × 16 ആയി. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 256 ആണ്. ഓക്കെ. ഇനി അടുത്ത് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. ഇത് കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളോട് കുറേ ഫ്രാക്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ് വരുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് 2 മോഡലാണ്. ഇതിൽ പറഞ്ഞാൽ സെയിം
ഡിനോമിനേറ്ററാണ്. ഇവിടെ സെയിം ന്യൂമറേറ്റർ. ഇവിടെ സെയിം ഡിനോമിനേറ്റർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ഇവിടെ 12 ഏറ്റവും വലുത്, അപ്പോൾ 12 ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. പിന്നെ അങ്ങനെ കുറഞ്ഞു പോകും. ഇനി ന്യൂമറേറ്റർ ആണ് സെയിം എങ്കിൽ ഇവിടെ ഒരു വ്യത്യാസം വരും. ഇവിടെ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ 1/2 അതുപോലെ 1/3 1/4 അങ്ങനെ പറയാം. ഇതൊരു 1 എന്നുള്ളൊരു ഒരു പേപ്പറാണ്, A4 ആണ്. ഒരു A4നെ 1/2 ആക്കിയതാണോ 1/2 ഇങ്ങനെയാണ്. ഇനി 1/3 ആക്കിയതാണോ 1/4 ആക്കിയതാണോ വലുത്? ഇതാണ് 1/4, ഇത് 1/3, ഇത് 1/2. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1/2 ആണ് വലുത്. അതായത് ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഏതാണോ അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഈ 1/3 മിഡിലാണ്, പിന്നെ 1/4 ഏറ്റവും ചെറിയ പീസാണ് ഇത് വരുന്നത്. ഇതൊരു ഓർമ്മിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇത് മാത്രം നോക്കിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്തില്ലേ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ചെറിയൊരു വേറൊരു മെത്തേഡാണ്. അതായത് നമ്മളോട് ഈ 9/29 7/23 ഇങ്ങനെ 2 സംഖ്യ തന്നിട്ട് ഇതിലേതാണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റിലുള്ള സംഖ്യേൻ്റെ ഡിനോമിനേറ്റർ റൈറ്റിലുള്ള സംഖ്യേൻ്റെ ന്യൂമറേറ്ററായിട്ട് ക്രോസ് ചെയ്തതിന് ശേഷം, അതായത് ഗുണിച്ചതിന് ശേഷം അതിൻ്റെ വാല്യൂ ഈ സെക്കൻഡിലുള്ള വാല്യൂൻ്റെ അടിയിൽ എഴുതുക. അതായത് 203, അതാണ് 29 7 203. അതുപോലെ തന്നെ ഇവിടെയും 23 × 9 207 വരും. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? അതായത് ഇതിൻ്റെ അടിയിൽ എഴുതുന്നതാണ് ഈ സംഖ്യേൻ്റെ വാല്യൂ. അപ്പോൾ 207 ആണ് വലുത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സംഖ്യ. അതിനർത്ഥം ഇതാണ് ഏറ്റവും ചെറിയ സംഖ്യ ഈ രണ്ടെണ്ണത്തിൽ. ഇനി അടുത്തത് 7/27 5/19 ആണ് വരുന്നതെങ്കിൽ ഇതിൽ 19 × 7, അതായത് ഇവിടെ ഉള്ള ഡിനോമിനേറ്ററിനല്ല വാല്യൂ, ന്യൂമറേറ്ററിന് ഇൻറ്റു ഇത്. ഞാൻ ന്യൂമറേറ്ററിൻ്റെ അടിയിലാണ് വാല്യൂ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇൻറ്റു ഇതിൻ്റെ ന്യൂമറേറ്റർ അതിൻ്റെ വാല്യൂ അടിയിൽ എഴുതി. 27 × 5 135 എഴുതി. അപ്പോൾ 133 എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ഇതാണ് വലുത്. അതായത് ഇത് വലുതും ഇത് ചെറുതുമാണ്. അപ്പോൾ വലുത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയും ചെറുത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയും ചെയ്യാം. ഇനി 4 എണ്ണമൊക്കെ ഒരുമിച്ച് തരും. ഇതിപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നതാണ്. ഇതിലേതാണ് വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 എണ്ണം വെച്ചിട്ട് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് വലുതെന്ന് കിട്ടും. കാരണം 8 × 5 40, 6 × 6 36, അപ്പോൾ 40 വലുത്. അപ്പോൾ ഇതാണ് വലുത്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള 2 എണ്ണവും ചെയ്ത് നോക്കുക. അപ്പോൾ വലുതാണ് നമുക്ക് വേണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ 13 × 7 91, 9 × 11 99. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ ഇത് രണ്ടും കിട്ടി. ഇനി വലിയ സംഖ്യകൾ മാറ്റി എഴുതുക. അതായത് ഇവിടെ ഉള്ള 5 × 5/6 11/13 കിട്ടി. ഇനി ഇതിൻ്റെ 13 × 5 65, 6 × 11 66. അപ്പോൾ ഈ 66 ആണ് വലുത്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 11/13 ആണ് ഈ ലിസ്റ്റിൽ. ഇനി തിരിച്ചും ചെയ്യാം കേട്ടോ. ഇതിൽ ചെറുത് കിട്ടുന്ന എടുത്തിട്ട് അതിൻ്റെ ഇതിൽ ഏതാ ഏറ്റവും ചെറുത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ചില ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇങ്ങനെ, അതായത് ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യേനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റാൻ പറയും. അപ്പോൾ ഡെസിമൽ എന്താണെന്ന് ആദ്യം നോക്കാം. ഡെസിമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷനെ പോയിന്റ് വാല്യൂ എഴുതുന്നതാണ് ഡെസിമൽ. അതായത് 5/10 എന്ന് പറഞ്ഞാൽ 0.5, അതുപോലെ തന്നെ 5/100 പറഞ്ഞാൽ 0.05 എന്ന് എഴുതാം. അപ്പോൾ എത്ര പൂജ്യം ഉണ്ടോ അത്രയും പൂജ്യം ഇവിടെ വരും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ഈ ഒരു സംഖ്യേനെ സ്പ്ലിറ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ തന്നതിന് 63.864. ഈ സംഖ്യേനെ 60A + 3A + 0.08 + 0.06 + 0.004 എന്ന് എഴുതാൻ പറ്റും. ചില ക്വസ്റ്റ്യനിൽ കണ്ടതിന് ഇങ്ങനെ ഈ ഒരു സംഖ്യ തന്നിട്ട് ഇതിൻ്റെ സം എത്ര ആയിരിക്കും ചോദിക്കും. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു മൈനസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം പ്ലസ് ചെയ്യാനുള്ള പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് എഴുതുകയാണെങ്കിൽ പോയിന്റ് വാല്യൂ ഒക്കെ ഒരുപോലെ എഴുതുക. പോയിന്റ് വാല്യൂ അല്ല ഒറ്റ സംഖ്യയുടെ വാല്യൂ. ഒറ്റ സംഖ്യ ഒരുപോലെ എഴുതിയാലും മതി, പോയിന്റ് ഒരുപോലെ എഴുതിയാലും മതി. എന്നിട്ട് പോയിന്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരുപോലെ എഴുതി കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ, അതായത് ഡെസിമലിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ ചെയ്യേണ്ടത്. അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി ഒരു സംഖ്യേനെ ഡെസിമലിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ
ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുകയാണ് ഇംപ്രോപ്പറിലാക്കുക. ഇനി പ്രോപ്പറിലാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്താലും മതി. ഇത് പ്രോപ്പറിലാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കുക. അങ്ങനെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ 24 തന്നത്. അപ്പോൾ 20 + 4 = 24. അപ്പോൾ 20 എന്ന് പറഞ്ഞാൽ 4 × 5 നമുക്കറിയാം. അപ്പോൾ 20 + 4 24 വന്നു. അപ്പോൾ 4 × 5 മാറ്റി എഴുതി, 4/5 മാറ്റി. അപ്പോൾ ഈ 5 5 വെട്ടിപ്പോയപ്പോൾ 4 ഇവിടെ വന്നു. 4 + 4/5. ഈ 4/5 മുകളിലും താഴത്തും 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ 10 കിട്ടും. ഈ 8/10 തന്നെ നമുക്കറിയാം. അപ്പോൾ 8/10 എത്രയാണ്? 0.8. അപ്പോൾ ഈ 0.8ഉം ഇവിടെയുള്ള 4 കൂടി കൂട്ടിയാൽ 4.8. ഇതാണ് ഇതിൻ്റെ ഡെസിമൽ വാല്യൂ. ഇനി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ നോക്കാം. ഒരു 0.7 × 0.007 ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 7 × 7 ആദ്യം ചെയ്ത് ഇവിടെ എഴുതി വെക്കുക. എഴുതിയതിനു ശേഷം എത്ര പോയിന്റ് ഉണ്ട് നോക്കുക. ഇവിടെ ഒരു പോയിന്റ് ആണുള്ളത്. അപ്പോൾ 1, ഇവിടെ 1 2 3 പോയിന്റ് ഉണ്ട്. അപ്പോൾ 3, 1 + 3 4. അതായത് ഇവിടെ പ്ലസ് ആണ്. ഈ ഗുണിക്കുകയാണെങ്കിൽ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പറയാം, ഇപ്പോൾ ഗുണിക്കുകയാണെങ്കിൽ ഇവിടെ 4 പോയിന്റ് ഇടുക. അപ്പോൾ 4 2 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ 4 പോയിന്റായി. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. ഈ അഡീഷൻ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അതായത് ഇങ്ങനെ ചില ചോദ്യം വരാറുണ്ട്. ഒരു സംഖ്യ തന്നിട്ട് അത് മൈനസ് വേറൊരു അഡീഷൻ തന്നിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു സംഖ്യ തരും, ഇതുപോലെ വേറൊരു സംഖ്യ തരും. അതൊക്കെ ഡെസിമൽ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും സുഖം. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. വെറുതെ വേറെ സ്റ്റെപ്പൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പ്രാക്ടീസിലൂടെ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം ഈ സംഖ്യ എഴുതുക, അത് ഈ 2 സംഖ്യ കൂടി പ്ലസ് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതിനുശേഷം അത് ഇതിലേക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കാര്യം കിട്ടും. അതായത് ഇവിടെ 4നെ 14 ആക്കുക, ഒന്ന് കടമെടുത്തിട്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ചെയ്യാം. വേണ്ട പറഞ്ഞുതരാം. അതായത് 4നെ നമ്മൾ ആദ്യം ഇവിടെ പ്ലസ് ചെയ്യാൻ നോക്കുക. അത് 1 + 7 8 കിട്ടി. 2 + 8 10 × 1 ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 1 3 4 8 കിട്ടി. 8 4 12ന്റെ 1 ഇവിടെ പാസ് ചെയ്തിട്ട് 6 ആയി. അതുപോലെ തന്നെ ഈ 62.808 62.808 ഇവിടെ വന്ന് അതിൻ്റെ 4 ഇവിടെയാണെങ്കിൽ അതിന് 14 ആകണം. 8 പോകില്ല, മൈനസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിൽ ഒന്ന് കടമെടുത്തിട്ട് ഇതിനെ 14 ആക്കി. ഈ 14-ന് 8 പോയി കഴിഞ്ഞാൽ 6 വരും. പിന്നെ വരുന്ന ഇവിടെ 2 ആണ് ബാക്കി. 2-ന്ന് 0 പോയാൽ 2 തന്നെ. പിന്നെ 16, അതായത് ഇവിടെ 6 ആയിരുന്നുള്ളത്. 6 ഇവിടെ നിന്ന് കടമെടുത്തിട്ട് 16 ആക്കി. 16-ന് 8 പോയാൽ 8. പിന്നെ ഇവിടെ 8 ആണുള്ളത്, കടമെടുത്തുകൊണ്ട്. ഇനി 8-ന്ന് 2 പോയാൽ 6. പിന്നെ ഇവിടെ 8 ആണുള്ളത്. 8-ന്ന് 6 പോയാൽ 2. 26.826 ആണ് ഇവിടെ വാല്യൂ വരുന്നത്. ഇനി ഡിവിഷൻ്റെ നോക്കുകയാണെങ്കിൽ ഡെസിമലിൽ ഡിവിഷൻ വരികയാണെങ്കിൽ അത് 0.7 / 0.07. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 0.7 നമ്മൾ ഫ്രാക്ഷനിലേക്ക് ചെയ്താൽ, അതായത് 0.7 എന്നുള്ളത് 7 / 10 ആണ്. അതുപോലെ തന്നെ അടിയിൽ എന്താ വരുന്നത്? 7 ആണ്. അപ്പോൾ ഈ 0.07നെ 7 ആക്കണമെങ്കിൽ ഇവിടെ ഡിവൈഡ് ബൈ 100 വരും. ഈ 100 മുകളിലേക്ക് പോകും. അപ്പോൾ 7 × 100 ഡിവൈഡ് ബൈ 7 × 10 ആവും. ഈ 10ഉം 0യും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 7/7 1. അപ്പോൾ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ 10 ആവും. 7/70. അപ്പോൾ ഇതിന് വേറൊരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഈ 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അടിയിലുള്ള മുകളിലുള്ളതിന് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് അടിയിൽ ചെറിയ സംഖ്യ ആണല്ലോ, മുകളിൽ വലിയ സംഖ്യ. അപ്പോൾ ഇത് ഇതിൽ 2 ഉണ്ട്, അതൊന്ന് 1 ആണ്. അപ്പോൾ 2-ന്ന് 1 മൈനസ് ചെയ്ത് 1 കിട്ടും. അപ്പോൾ ആ 1 പ്ലസ് ആണ് ചെയ്യേണ്ടത്, കാരണം അടിയിൽ ചെറുതാണുള്ളത്. ഇങ്ങനെ ആലോചിക്കേണ്ട. ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ അതായത് 7/10 ആവും. ഇത് 7/100 ആവും. ഈ 100 മുകളിലേക്ക് പോകും. അപ്പോൾ 7 × 100 ഡിവൈഡ് ബൈ 7 × 10. അപ്പോൾ 10. ഇനി ഡെസിമൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു അവസാനമുണ്ട്. ഡെസിമൽ 2 ടൈപ്പ് ഉണ്ട്. ടെർമിനേറ്റിംഗ് ആൻഡ്
terminating. നമ്മൾ ടെർമിനേറ്റിങ്ങിനെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞത്. അതായത് ഒരു സംഖ്യേനെ ഇപ്പോൾ 2/10 എന്ന് എഴുതിയാൽ 0.2 എന്ന് എഴുതുന്ന പോലെ ഒരു സംഖ്യ നമുക്ക് ഈ ഒരു 0.2ൻ്റെ അധികം അങ്ങോട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ചില സംഖ്യ ഉണ്ട്, ഇപ്പോൾ 87.5 ഡിവൈഡ് ബൈ 100 ചെയ്യുകയാണെങ്കിൽ 0.875 എന്ന് എഴുതാം. ഇതൊക്കെ ടെർമിനേറ്റിംഗ് ആണ്. ഈ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ പ്യുവർ റിക്കറിങ്. റിക്കറിങ് എന്ന് പറഞ്ഞാൽ പ്യുവർ റിക്കറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ആവർത്തിക്കുന്നതിനാണ് റിക്കറിങ് എന്ന് പറയാം, ഡെസിമൽ. അതിന് എക്സാമ്പിളായിട്ട് 1/3 ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ വാല്യൂ ആണ് 0.3333. അത് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 0.3 മുകളിലൊരു ബാർ ഇടാം. ഈ ബാറിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ അടുത്ത് വേറൊരു എക്സാമ്പിളും പറഞ്ഞുതരാം. 0.6767 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് 0.67 ബാർ ഇടാം. ഈ ബാറിൻ്റെ വാല്യൂ എന്താ ഇപ്പോൾ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റിക്കറിങ് ചെയ്യുന്നുണ്ട്, അതായത് നമുക്ക് എഴുതാൻ വേണ്ടിയുള്ളൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യനിൽ കാണാം ഇങ്ങനെ ഒരു ബാറ്. വേറൊരു ബാർ ഉണ്ടായി, ഞാൻ പറഞ്ഞുതരാം, വി ബാർ. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്തായാലും നോക്കി വെക്കുക. ഇങ്ങനെ ഒരു പോയിന്റിന് ശേഷം 2 ബാർ വരികയാണെങ്കിൽ ആ ബാർ വരുന്ന സംഖ്യകൾ റിക്കറിങ് ചെയ്യുന്നതാണ്. ഇന്നൊരു സംഖ്യേൻ്റെ വാല്യൂ ഇങ്ങനെയാണെങ്കിൽ, അതായത് 0.237 എന്നാണ്, ഈ 37 മാത്രമാണ് ബാർ വന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.2 അതുപോലെ തന്നെ ഉണ്ടാവും, 37 അതുപോലെ തന്നെ ഉണ്ടാവും, പിന്നെ 37 മാത്രമാണ് വരിക. ഈ 2 റിക്കറി ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. ഇനി ഇപ്പോൾ പ്യുവർ റിക്കറിങ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഒന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതാണെന്ന് വെച്ചാൽ മിക്സഡ് റിക്കറിങ്. ഈ മിക്സഡ് റിക്കറിങ്ങിന് ഒരു എക്സാമ്പിളാണ് ഇത്. മിക്സഡ് റിക്കറിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യയും ആവർത്തിക്കില്ല. ഇതിൽ ഈ 2 ആവർത്തിക്കുന്നല്ല, ആവർത്തിക്കാത്തത് കൊണ്ട് ഇത് മിക്സഡ് റിക്കറിങ് എന്നാണ് പറയുക. ഇനി കൺവേർട്ട് റിക്കറിങ് ടു ഫ്രാക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ചില ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ഇപ്പോൾ 17/45 ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.3777 വരും. അപ്പോൾ 0.37ൻ്റെ മുകളിൽ ഒരു ബാർ ഇടുക. ഇനി ഈ റിക്കറിങ്ങിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ നേരിട്ടും അല്ലാതെയൊക്കെ ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് കൺവേർട്ട് റിക്കറിങ് എന്നൊന്നും ക്വസ്റ്റ്യനിൽ കാണില്ല. ചിലപ്പോൾ ചില പോയിന്റ് തന്നെ ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാന്നൊക്കെ പറയും. അപ്പോൾ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടി പറയും. അതിനൊരു ഇക്വേഷൻ പഠിക്കാണ്ട് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത് എവിടെ ഏതൊക്കെയാണ് എഴുതുക, പോയിന്റ് എ ബി, ഈ എ ബീൻ്റെ മുകളിൽ മാത്രമാണ് ബാറുള്ളത്, ഈക്വൽ ടു AB മൈനസ് A ഡിവൈഡ് ബൈ 9 ഈ 9 എങ്ങനെ 0 വരിക എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അത് 2 പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ 0.1267 എന്നാണെങ്കിൽ ഈ 6ഉം 3 ചെയ്തോ, 6 3 എന്നാണെങ്കിൽ ഈ 6നും 3നും മാത്രമേ റിക്കറിങ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, 0.126363 അങ്ങനെ പോകും. അപ്പോൾ ഈ 1 2 എന്ന് റിക്കറി ചെയ്യുന്നില്ല, അതായത് ആവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കുക. അത് പറഞ്ഞാൽ ഈ പോയിന്റ് എ ബി എന്നുള്ളതിന് ബി ആണ് നമ്മുടെ ബാർ വരുന്നത്. അപ്പോൾ ബാർ വരുന്നതിന് ആദ്യം നമ്മൾ കിട്ടിയ സംഖ്യ ഫുള്ളായിട്ട് ചെയ്ത്, അതായത് 1263. ഇനി ഏതിനാണോ ബാർ ഇല്ലാത്തത് അത് ഇപ്പുറത്ത് ചെയ്ത്, അതായത് 12ന് ബാറില്ല, അപ്പോൾ 1 2 എന്ന് ഇവിടെ ചെയ്ത് ഡിവൈഡ് ബൈ. ഇനിയാണ് കുറച്ച് ട്രിക്കായിട്ട് വരുന്നത്. അതായത് ഈ ബാർ വരുന്നതിനാണ് 9 വരിക. അപ്പോൾ ഇവിടെ എത്ര ബാറുണ്ട്, 2 ബാറുണ്ട്. അപ്പോൾ ഇവിടെ 9 വന്നു.
ഇനി എത്ര ബാർ ഇല്ലാത്തതുണ്ട്? ഇവിടെ 2 ബാർ ഇല്ലാത്തതുണ്ട്. അപ്പോൾ 0 0 വന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇനി -12 ചെയ്ത് കഴിഞ്ഞാൽ 1251 ഡിവൈഡ് ബൈ 9900. ഇത് നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 കൊണ്ടല്ല, 9 കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. 9 കൊണ്ട് ചെയ്യുമ്പോൾ 0 0 12 9 1, പിന്നുള്ള ബാക്കി 3 35 3 3 9, ബാക്കി 27 കഴിഞ്ഞാൽ ബാക്കി 9 എണ്ണം വരും, 81 വരും. 139 ഡിവൈഡ് ബൈ 1100 ആണ് അതിൻ്റെ വാല്യൂ വരിക. ഇനി ഞാൻ വേറെ ഇപ്പോൾ രണ്ടും ഒരേപോലെ വന്നു ഞാൻ വേറെ ഒന്നുകൂടി ചെയ്യാം. 0.321. അപ്പോൾ ഇതിൽ 1ന് മാത്രമാണ് ഡിക്കറിങ് ഉള്ളത്. അതിനർത്ഥം 321 മൈനസ് ഈ 32ന് ബാറില്ല, അപ്പോൾ 32 എന്ന് ആദ്യം എഴുതുക, ഡിവൈഡ് ബൈ 9. ഇവിടെ എത്ര 9 വരും? ഇവിടെ 1 വരുള്ളൂ, കാരണം 1നെ ബാറുള്ളൂ. അപ്പോൾ 9 2 0 വരും. ബാറില്ലാത്തതിന് 2 0. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാറേ വരുള്ളൂ, അപ്പോൾ ഒരു 9 ഉള്ളൂ. 2 ബാറില്ലാത്തതുണ്ട്, അപ്പോൾ 2 0 വരും. പിന്നെ ഈ ബാറില്ലാത്ത സംഖ്യ ഇവിടെ വരും. പിന്നെ ടോട്ടൽ സംഖ്യ അങ്ങനെ തന്നെ എഴുതും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരിക 321 11 മൈനസ് 2 9 വരും. 11 മൈനസ് 3 8 വരും. 2 അങ്ങനെ തന്നെ 289 ഡിവൈഡ് ബൈ 900. ഇതിന് വേണേൽ ചെറുതാക്കാം, പക്ഷെ നമ്മൾ ഓപ്ഷനിൽ മാക്സിമം ഇങ്ങനെ തന്നെയാണ് വരിക. ചിലപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഇതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 2 8 10 19 ആണ്. 3 കൊണ്ട് പോയില്ല. ഇനി മിക്സ്ഡ് റിക്കറിങ്ങിൻ്റെ അഡീഷൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാ 0.007 ബാർ പ്ലസ് 17.83, 3ന് മുകളിൽ മാത്രമേ ഉള്ളൂ ബാറ്, പ്ലസ് 310.0202 ബാർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഡെസിമലിൽ ഫസ്റ്റ് ഡെസിമൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്യണം. അതായത് പോയിന്റ് ഇടുക 00777. നമുക്ക് എത്ര ഓപ്ഷനിൽ എത്ര പോയിന്റ് ഉണ്ട് അത്രയും ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു 5 എണ്ണെങ്കിലും ചെയ്യാം, അതാണ് സേഫ്. 5 എണ്ണമല്ല 7 എണ്ണെങ്കിലും ചെയ്യാം. അപ്പോൾ ഓപ്ഷനിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതുപോലെ തന്നെ. ഇനി 17, ഇവിടെ 8, 3ന് മാത്രമേ റിപ്പീറ്റിംഗ് ഉള്ളൂ, അപ്പോൾ 3 ഇങ്ങനെ എഴുതാം. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് കൂടി ഇങ്ങനെ നോക്കണം. അപ്പോൾ 7 8 എണ്ണോ ചെയ്യാണ് നല്ലത്. 310 പോയിന്റ് ഒക്കെ ഒരുപോലെ ആക്കി ഇടണം, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 0.202, ഇവിടെ 2 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആരും 02 എന്ന് എഴുതി വരുന്നത്, അപ്പോൾ ഫുള്ള് തെറ്റും. ഫുള്ള് പ്ലസ് ആയതുകൊണ്ട് 2 എഴുതാം. 3 0 6 8 7 2 3. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ 327.8603. 3ന് മുകളിൽ ബാറ്, കാരണം 2 വരുന്നതിന് കാരണം അടുത്ത സ്റ്റെപ്പിൽ അതും പോയാൽ 3 ആയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ മാക്സിമം ഒരു 7 എണ്ണം 8 എണ്ണം ചെയ്യുക. ഒരു 6 എണ്ണം 7 എണ്ണമെങ്കിലും മിനിമം ചെയ്യുക. കാരണം ഇങ്ങനൊരു ഓപ്ഷൻ റിപ്പീറ്റിംഗ് വരുന്നതാണ്. അപ്പോൾ അതധികം വലിയ പ്രശ്നമുള്ള മെത്തേഡല്ല, എങ്കിലും ചെയ്യാൻ സുഖമാണ്. ഇനി കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. അതായത് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ ഫുൾ ടോപ്പിക് ഒന്ന് തീർക്കുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ ഇപ്പോൾ ഡെസിമലിലെ 2 ടോപ്പിക് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫ്രാക്ഷനിലെ ചെറിയ ടോപ്പിക്ക് ബാക്കിയുണ്ട്, അതാണ് നോക്കുന്നത്. അതായത് 2-3 ഇതുണ്ട്, പോയിന്റ്സ് ഉണ്ട്, അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് കാൽക്കുലേറ്റ് ഇല്ലാന്ന് മാർക്ക് ചെയ്യേണ്ടതാണ്
കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അതായത് 1 + 1 / 1 + 1 / 1 + 1/x. അപ്പോൾ ഇതിൽ 3 പ്ലസ് വരുന്നുണ്ടെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുന്ന നേരം അതിൻ്റെ വാല്യൂ 3x + 2/2x + 1 അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. 3x + 2/2x + 1 ഇതൊരു വാല്യൂ ആണ്. അതുപോലെ ഇതിന് മൈനസ് ആണ് വരുന്നതെങ്കിൽ, അതായത് 1 - 1/1 - 1/1/x ഇതിൽ 3 മൈനസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ x ആണ് വരിക. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇനി ഇങ്ങനെയുള്ള 2 വാല്യൂ അല്ലാതെ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് വരുന്ന വാല്യൂസ് ഉണ്ട്. അതൊന്ന് നോക്കി വെക്കുക, ഏതാണ് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ x = a + 1/a + 1/a + 1/ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ വാല്യൂ വരിക a + √(a² + 4/) ടോട്ടൽ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ. 1, 2 അങ്ങനെ 3. ഇനി ഒരു വാല്യൂ കൂടി ഉണ്ട്, മൈനസും കൂടി വരുന്നുണ്ട്. അതേതാണെന്ന് വെച്ചാൽ x = a - 1/a - 1/a - 1 അങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ വരിക വലിയ വ്യത്യാസം ഒന്നുമില്ല, ഒരു മൈനസ് ഇട്ടാൽ മതി. അതായത് a + √(a² - 4/2) ഇവിടെ ഒരു മൈനസ് ആണ്. അതായത് ഇവിടെ ഒരു മൈനസ് ആണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് വരുന്നതുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു, ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് മൈനസ് വന്നു. ഇനി നമുക്ക് ഇനിയിപ്പോൾ 4-5 എണ്ണമൊക്കെ ആണെങ്കിൽ അല്ലാതെ സാധാരണ മെത്തേഡിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോവുക. വാല്യൂ ഇങ്ങനെ പ്ലസ് ചെയ്ത് ചെയ്യുക. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. ഈ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഓർമ്മ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് 1 2/9 divided by 1 2/5 of 5 divided by 21 whole plus 1/3 ചെയ്യാൻ നോക്കുക. പറ്റുകയാണെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക ഈ ഓപ്ഷൻ, ഈ ക്വസ്റ്റ്യൻ. അതായത് നമ്മളിവിടെ ആദ്യം ഈ ഒരു വാല്യൂ, ഇത് പ്ലസ് ആണ് നമുക്കറിയാം കേട്ടോ. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇത് പ്ലസ് ആണ് ആദ്യം ഓർമ്മ വേണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. അല്ല, മിക്സഡ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. അപ്പോൾ 9 × 1 9 + 2 11 11/9 divided by 6 പിന്നെ 5 + 2 7/5. ഇനി ആദ്യം ഈ ഡിവൈഡ് ബൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് ഓഫാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ചെയ്യണം. ഓഫ് പറയുമ്പോൾ ഇൻറ്റു ആണ്. ഇൻറ്റു ഇവിടെ എന്താ 5/21. ഇനി പ്ലസ് വരുന്നുണ്ട്, അത് ഇത് ചെയ്തതിന് ശേഷം ചെയ്യാവൂ. 1/3. അപ്പോൾ ഇത് വെട്ടിപ്പോവും, 3 പ്രാവശ്യം പോവും, പിന്നെ 1 വെട്ടിപ്പോവും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 1/3 വരും. ഇത് ഡിവൈഡഡ് 1/3 ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ ഡിവൈഡ് ബൈ 1/3 പ്ലസ് 1/3. അങ്ങനെ ചെയ്യുമ്പോൾ 11 / 9 × 3 പ്ലസ് 1/3. അങ്ങനെ ചെയ്യുമ്പോൾ 33/9 പ്ലസ് 1/3. ഇനി ഇതിനെ 9 ആക്കാൻ വേണ്ടി ഞാൻ മുകളിലും താഴത്തും 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ എന്താ വരിക? 9 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 33 പ്ലസ് 3, അപ്പോൾ 36/9 വരും. വേണമെങ്കിൽ ഇത് 4 പ്രാവശ്യം പോകുന്നതുകൊണ്ട് 4 എന്ന് വേണം എഴുതാം. അങ്ങനെ ഓപ്ഷനിലുണ്ട് 4 1 2 3 4 ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.